നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. ഡോക്ടർ വിവേക് മൂർത്തിയെ പ്രസിഡന്റ് ഒബാമ US സർജൻ ജനറലായി നാമനിർദ്ദേശം ചെയ്തു. 36 വയസ്സുള്ള ഡോക്ടർ മൂർത്തി സെനറ്റ് അംഗീകാരം ലഭിച്ചാൽ 19ാമത് US സർജൻ ജനറൽ പദവിയിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജനായിരിക്കും. ഈ പദവി അമേരിക്കയിലുള്ള വൈദ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാർക്ക് ലഭിച്ച അംഗീകാരം കൂടിയാണ്. ഡോക്ടർ മൂർത്തി വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള 16,000 അംഗങ്ങളുള്ള ഡോക്ടേഴ്സ് അമേരിക്കയുടെ സഹസ്ഥാപക നേതാവാണ്. ഇദ്ദേഹം പ്രസിഡന്റ് ഒബാമയുടെ അഫോർഡബിൾ കെയർ ആക്ടിനെ ശക്തമായി പിന്തുണയ്ക്കുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, യെയിൽ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ പഠനം നടത്തിയ ഡോക്ടർ മൂർത്തി ഇപ്പോൾ ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൽ പ്രൊഫസറാണ്. കൊക്കോകോള കഴിഞ്ഞ വർഷം $5 ബില്യൺ ഇന്ത്യയിൽ മുതൽ മുടക്കാൻ തീരുമാനിച്ചതിന് പുറകെ കൊക്കോകോളയുടെ എതിരാളിയായ പെപ്സിക്കോളയും $5 ബില്യൺ മുതൽ മുടക്കാൻ പദ്ധതിയിടുന്നു. ഇന്ത്യൻ വംശജയായ ഇന്ദിര നൂയി ചെയർമാനായ പെപ്സി 2020ഓടെ ഇത്രയും തുക ഉൽപാദനം, കാർഷിക മേഖല, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നീ മേഖലകളിലായിരിക്കും മുടക്കുക. ഇതുവഴി കമ്പനിക്ക് 10 ബില്യൺ രൂപയുടെ വാർഷിക വരുമാനം ഉണ്ടാവുമെന്ന് കണക്കാക്കപ്പെടുന്നു. കൂടാതെ ഇപ്പോഴുള്ള 2 ലക്ഷം തൊഴിൽ അവസരങ്ങളെ കൂടാതെ 1 ലക്ഷം പുതിയ തൊഴിൽ അവസരങ്ങൾ കൂടി ഉണ്ടാവുമെന്ന് കമ്പനി ചെയർമാൻ അഭിപ്രായപ്പെട്ടു. ലോകപ്രശസ്ത മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ ഹാർലി ഡേവിഡ്സൺ തങ്ങളുടെ പുതിയ മോഡലുകളായ സ്ട്രീറ്റ് 500, 750 ബൈക്കുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു. ഹരിയാന സംസ്ഥാനത്തെ ബാവൽ നഗരത്തിലാണ് കമ്പനിയുടെ പ്ലാന്റ്. ഇതേ മോഡൽ ബൈക്കുകൾ നിർമ്മിക്കുന്ന മറ്റൊരു പ്ലാന്റ് അമേരിക്കയിൽ കാൻസസ് നഗരത്തിലാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മോട്ടോർ സൈക്കിളുകൾ യൂറോപ്പ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കായിരിക്കും കയറ്റുമതി ചെയ്യപ്പെടുക. ഇന്ത്യയിൽ സ്ട്രീറ്റ് 500, 750 മോഡലുകളുടെ വില 4 മുതൽ 5 ലക്ഷം രൂപയാണ്. ഹാർലി ഡേവിഡ്സൺ 110 വർഷത്തെ പഴക്കമുള്ള മോട്ടോർ സൈക്കിൾ നിർമ്മാണ കമ്പനിയാണ്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് അമേരിക്കൻ ബൈ ചോയ്സ് അവാർഡിന് ഇന്ത്യൻ വംശജനായ ഡോക്ടർ രാഹുൽ ജിൻഡാൽ അർഹനായി. ഇദ്ദേഹം വൈദ്യശാസ്ത്രത്തിലും ഫിലൻട്രോഫിയിലും നൽകിയ സംഭാവനകളെ മാനിച്ചാണ് USCIS അവാർഡ് നൽകി ആദരിച്ചത്. വാൾട്ടർ റീഡ് നാഷണൽ മിലിറ്ററി ഹോസ്പിറ്റലിലെ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിദഗ്ധനാണ് ഇദ്ദേഹം. കൂടാതെ ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ സർജറി പ്രൊഫസർ കൂടിയാണ്. ഡോക്ടർ ജിൻഡാലിന് പ്രശസ്തമായ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ലീഡർഷിപ്പ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വംശജയായ കഷ്മ സവാന്ത് എന്ന സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥി സിയാറ്റി സിറ്റിൽ കൗൺസിൽമാൻ തിരഞ്ഞെടുപ്പിൽ ചരിത്രപരമായ വിജയം നേടി വൻ ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു. ഡെമോക്രാറ്റിക് പാർട്ടിക്ക് എപ്പോഴും ഭൂരിപക്ഷമുള്ള ഈ സിറ്റിയിലെ 16 വർഷം കൗൺസിൽ മെമ്പറായിരുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ റിച്ചർഡ് കോൺലിനെയാണ് ഇവർ പരാജയപ്പെടുത്തിയത്. കാഷ്മ തന്റെ ഇലക്ഷൻ പ്രചരണത്തിന് വൻകിട വ്യവസായികളിൽ നിന്നും ധനസഹായം നിരസിച്ചിരുന്നു. കൗൺസിൽ വുമന് സാധാരണ ലഭിക്കുന്ന $1,20,000 ശമ്പളത്തിന് പകരം നഗരത്തിലെ സാധാരണ ജോലിക്കാർക്ക് ലഭിക്കുന്ന ശമ്പളം മാത്രം എടുത്ത് ബാക്കി തുക നഗരത്തിന്റെ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് ഇവർ പ്രഖ്യാപിച്ചു. സാധാരണ അമേരിക്കയിലെ 2 രാഷ്ട്രീയ കക്ഷി സംവിധാനത്തിൽ നിന്നും, പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ നിന്നും ഒരു സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വിജയമാണ് വൻ ജനശ്രദ്ധയ്ക്ക് കാരണമായത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുകയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യയെ ഇക്കാര്യത്തിൽ ചൈന പിന്തള്ളുന്നു. വേൾഡ് ഗോൾഡ് കൗൺസിൽ പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണ ഇറക്കുമതി പുതിയ കർശന ഇറക്കുമതി നിയന്ത്രണങ്ങൾ മൂലം ജൂലൈ-സെപ്റ്റംബർ മാസങ്ങളിൽ 32% കുറവുണ്ടായി. ഇത് ഏതാണ്ട് 142.2 ടൺ സ്വർണ്ണമാണ്. എന്നാൽ ചൈനയിൽ പുതിയ സ്വർണ്ണ ഉദാരവൽക്കരണ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ഇറക്കുമതി 18% വർദ്ധിച്ച് 209.6 ടൺ ആയി. ഫിലഡൽഫിയ ട്രൈ സ്റ്റേറ്റ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള പിറവി ആഘോഷിക്കുകയുണ്ടായി. ഫിലഡൽഫിയ സെയിന്റ് തോമസ് കാത്തലിക് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ ചടങ്ങിൽ രാജ്യസഭാംഗമായ KN ബാലഗോപാൽ MP, VD സതീശൻ MLA, പ്രശസ്ത വാർത്താ അവതാരകൻ വിനു ജോൺ തുടങ്ങിയവർ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചു. ജോബി ജോർജ്, ഫിലിപ്പോസ് ചെറിയാൻ, സുധാകർത്ത, തമ്പി ചാക്കോ, വിൻസെന്റ് ഇമാനുവൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. And welcome to Tri-State Kerala Forum, Kerala Day 2013. Tri-State Kerala Forumത്തിന്റെ 11ാമത് കേരള പിറവി ദിനാഘോഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ സമരത്തിനെതിരെയല്ല, സമരം ആവശ്യമാണ്, ആവശ്യത്തിന് സമരം ചെയ്യണം. നമ്മുടെ കുടുംബക്കാരെ പേരൻസിനെയും കാണുവാൻ ചെല്ലുമ്പോൾ 2 ദിവസം ബന്ധായി
വർഷമായിട്ട് നമ്മുടെ അവസ്ഥ മാറിപ്പോകുമ്പോൾ എന്തൊരു പ്രയാസമാണ്. ഇത്രയും ദൂരെ കേരളത്തിന്റെ നന്മ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന, കേരളത്തിന്റെ വേരുകൾ ഞങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രഖ്യാപിക്കുന്ന നമ്മുടെ പുതിയ തലമുറയും പഴയ തലമുറയും അടങ്ങുന്ന അമേരിക്കയിലെ ഈ ട്രൈ സ്റ്റേറ്റിലെ മലയാളികളുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരെയും ഒരിക്കൽ കൂടെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ശ്രീ വി.ഡി. സതീശനെ ക്ഷണിക്കുന്നു. ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഹർത്താൽ. അത് മനുഷ്യന്റെ പൗരാവകാശങ്ങൾക്ക് നേരിലുള്ള വലിയ കടന്നാക്രമണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമരം ചെയ്യണം, പ്രതിഷേധിക്കണം, നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കണം. പക്ഷെ അത് മറ്റുള്ളവരുടെ ജോലി ചെയ്യാനോ സഞ്ചരിക്കാനോ മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെടാനോ ഉള്ള സ്വാതന്ത്ര്യത്തിന് തടസ്സമാകരുത്. ശ്രീ കെ ബാലഗോപാലൻ എംപിക്ക് ട്രൈ സ്റ്റേറ്റ് കേരള ഫോറമിന്റെ പേരിലുള്ള കമ്മ്യൂണിറ്റി സർവീസ് അവാർഡ് നൽകി നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടുകൂടി ഈ അവസരത്തിൽ ആദരിക്കുന്നു. Media Excellence Award to Mr. Vinny V. John in recognition of his outstanding contribution to the news media. നമ്മൾ ട്രൈ സ്റ്റേറ്റ് കേരള ഫോറം ഫിലഡൽഫിയ Media Excellence Award proudly presented to Reggie George. ഓരോരുത്തരുടെ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളില്ല എങ്കിൽ മീറ്റിംഗ് ഇല്ല, ഒരു കേരളപ്പിറവി ആഘോഷവുമില്ല. അതുകൊണ്ട് സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ സമയത്തിന് നന്ദി. താങ്ക് യു. ഫോമയുടെ ആഭിമുഖ്യത്തിൽ യുവജനങ്ങൾക്കായി യങ് പ്രൊഫഷണൽ സമ്മിറ്റ് സംഘടിപ്പിക്കുകയുണ്ടായി. ന്യൂജേഴ്സിയിലെ എഡിസൺ ഹോട്ടലിൽ നടന്ന ഈ സമ്മേളനത്തിൽ അസംബ്ലിമാൻ ഉപേന്ദ്ര ചവക്കുള, അസംബ്ലി വുമൺ നാൻസി വിങ്കും തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്ത് സംസാരിക്കുകയുണ്ടായി. ജിബി തോമസ്, സംഘടനാ സെക്രട്ടറി ഗ്ലാഡ്സൺ വർഗീസ്, പ്രസിഡന്റ് ജോർജ് മാത്യു, അനിയൻ ജോർജ് തുടങ്ങിയവർ സമ്മിറ്റിന് നേതൃത്വം നൽകി. But it became a very good success, and I'm thankful to all the former leaders who supported immensely, especially President George Matthew. I will just request you to come to the stage, please. This is a very exciting day for all of us, and I'm extremely grateful to all those who made this possible. Beautiful presentations by very talented and successful individuals in various fields. He advised that the remarks should be practical, pragmatic, comments that could be put to good use. I'm a lifelong resident of Edison. In fact, that's why it's a particular pleasure to be here today with my former running mate, Charles Tamaro. He and I served on the Edison Council for over 10 years together. Charlie has served as a freeholder in Middlesex County, and I've had the good fortune of serving as an assemblyman for 7 years and recently was elected to the Senate 2 weeks ago. Folks who worked so hard to make this happen, especially GBN team, worked so hard to make this happen. They've been working. One of the items that we'd like to see is the advancement of education within our members. And I remember saying to him, well, what could we do to help you do that? 2015 ജൂലൈയിൽ ഡാലസിൽ വെച്ച് നടക്കുന്ന കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 8ാമത് നാഷണൽ കൺവെൻഷന്റെ രജിസ്ട്രേഷൻ കിക്ക് ഓഫ് ഡാലസ് ഇർവിംഗ് ചിന്മയ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. സംഘടനാ പ്രസിഡന്റ് TN നായരുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ സംഘടനാ പ്രതിനിധികളും അംഗങ്ങളും പങ്കെടുക്കുകയുണ്ടായി. 2001 ഭദ്രദീപം കൊളുത്തി തെളിയിച്ച ശ്രീ സത്യാനന്ദ സരസ്വതി സ്വാമിജിയുടെ
ഓർമ്മകളിലേക്ക് ഒരു നിമിഷം കടന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങളെല്ലാവരും അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതായിരിക്കും. 2015 KHNAയുടെ ഡാലസ് സിംഹാസനം നടത്തുന്ന എൻ്റെ വ്യക്തിപരമായ പേരിലും NSSന്റെ നാമത്തിലും സർവ്വവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. ഡാലസിൽ വെച്ച് രൂപപ്പെട്ട KHNA ചെറിയ സംഘടന ഇന്ന് അമേരിക്കയുടെ ധാരാഭാഗങ്ങൾ കൺവെൻഷനുകൾ നടത്തി ശൈശവദശ കഴിഞ്ഞിട്ട് കൗമാരത്തിലേക്ക് കയറുവാനായിട്ട് KHNA മുന്നോട്ട് തന്നെ പോകും. അതിനെ പുറകോട്ട് വലിക്കാൻ ആർക്കും സാധ്യമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ KHNA ഈ പ്രാവശ്യം തൊട്ട് ചെറുപ്പക്കാരാണ് വരുന്നത്. ആ ചെറുപ്പക്കാർ തീർച്ചയായും ഞങ്ങളുടെ പന്തം മേടിച്ചു കഴിഞ്ഞു. നമുക്കൊരു പ്രവണതയുണ്ട്, മലയാളികളുടെ കലാപസം അത് നമ്മളെ ബാധിക്കാതിരിക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. പിന്നെ കൺവെൻഷൻ വിജയിപ്പിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. അത് നമ്മളുടെ ഒരു കരുത്തിനെ കാണിക്കുന്നതാണ്. നമ്മുടെ പ്രവർത്തനത്തിന്റെ എല്ലാം കേന്ദ്രമായ നമ്മുടെ തലച്ചോറിന്റെ ഒരു ഭാഗത്ത് നിയന്ത്രിക്കുന്ന ഇമോഷണൽ ഫീലിംഗ്സ്. ഹ്യൂസ്റ്റണിൽ നിന്നും പുറത്തിറക്കുന്ന ആഴ്ചവട്ടം മലയാളം പത്രത്തിന്റെ 5ാം വാർഷികവും പത്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തുവാൻ പോകുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടക്കുകയുണ്ടായി. പത്രത്തിന്റെ 5ാം വാർഷിക ആഘോഷം സ്റ്റാഫോർഡ് സിറ്റി കൗൺസിൽമാൻ കെൻ മാത്യുവും ഉദ്ഘാടനം ചെയ്തു. മലയാളിയുടെ മനസാക്ഷിയുടെ കണ്ണാടിയാവുകയാണ്. പ്രസിദ്ധീകരണത്തിന്റെ 5ാം വാർഷികം പൂർത്തിയാക്കുന്ന ഈ സന്തോഷ നിമിഷത്തിൽ മാന്യ വായനക്കാർ ചൊരിഞ്ഞു തന്ന അക്ഷര സ്നേഹത്തിൻ്റെ ആദരവിന് മുമ്പിൽ ഞങ്ങൾ തലകുനിക്കുന്നു. The pinnacle of journalism is the freedom of expression. This is the undiluted dissemination of information. Undiluted means that they are not adding anything or subtracting anything. പ്രവർത്തിക്കുക എന്നുള്ളത്. എങ്കിലും മുഖം നോക്കുന്നില്ല എങ്കിലും മുഖം കാണുന്ന ഒരു പത്രമാണ് ആഴ്ചവട്ടം എന്നുള്ളത് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വായനക്കാരൻ എന്ന രീതിയിലാണ് ഞാനിത് ഈ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. കേരളം കേരളം കേളി കൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം. ോടും വീതിയില്ലേ മാൻപോലെ വന്നവനെ യാറടിത്താറോ. ഇത് ചില ആളുകളുണ്ട് കേട്ടോ, വെറുതെ ഒന്നുമില്ല ഒരു ദർശനോത്സവം വെള്ളം വേണമെന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അടുത്ത വർഷം നടക്കുന്ന ഫൊക്കാന കൺവെൻഷന്റെ വിശദീകരണ പരിപാടിക്കായി ഡാലസിലെത്തിയ പ്രസിഡന്റ് മറിയാമ്മ പിള്ളയ്ക്ക് കേരള അസോസിയേഷൻ സ്വീകരണം നൽകി. അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ചെറിയാൻ ചൂരനാട് അധ്യക്ഷത വഹിച്ചു. ഈ വിശദീകരണ യോഗത്തിൽ വിവിധ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരും പങ്കെടുക്കുകയുണ്ടായി. ഈ സമയത്ത് അതേക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയും ഈ വരുന്ന 2014 ഫൊക്കാനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടിയും ഫൊക്കാനയുടെ പ്രസിഡന്റ് ശ്രീമതി മറിയാമ്മ പിള്ളയെ ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പൊ നമുക്ക് വേണ്ടി നേഴ്സിംഗ് ഹോം ഞാൻ പറയത്തില്ല, ഒരു റിട്ടയർമെന്റ് ലൈഫ് ഹോംസ് ഓരോ സ്ഥലത്തും ആവശ്യമായിരിക്കുന്നു. സ്പെഷ്യലി ചിക്കാഗോ, ന്യൂയോർക്ക്, ഡാലസ്, ഹൂസ്റ്റൺ ഇങ്ങനെയൊക്കെ സ്ഥലത്ത് നമ്മുടെ ഗിയേർഡായിട്ടുള്ള നേഴ്സിംഗ് ഹോംസ് അതിന്റെ സാധ്യതകളെ കുറിച്ച് ഞാൻ കുറച്ചൊക്കെ ആലോചിച്ചു, ഗവൺമെന്റുമായിട്ട് ചിന്തിച്ചു.
ഞാൻ കുറെ യൂയിഷ് പാർട്ട്നേഴ്സുമായിട്ട് സംസാരിച്ചു. അവർ പറയുന്നത് അവർ ഈ അസിസ്റ്റന്റ് ലിവിങ് നമുക്ക് ഉണ്ടാക്കി തരും, നമ്മളത് മാനേജ് ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി. അവർ പൈസ മുടക്കും, ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആൾക്കാർ വേണം. പക്ഷെ അതിന്റെ വലിയ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. ഐ ആം വില്ലിംഗ് ടു ഡു ഇറ്റ് ഫോർ അവർ കമ്മ്യൂണിറ്റി. കാരണം അതിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മുടെ വീട്ടിലെ 2 മക്കളുണ്ട്, അവർ 2 പേരും ജോലിക്കാരാണ്. നമ്മൾക്കൊരു സ്ട്രോക്ക് ആയോ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം, നമ്മുടെ ഹസ്ബൻഡ് പോയി അല്ലെങ്കിൽ വൈഫ് പോയി, ഒരാളെ വീട്ടിലുള്ളൂ. ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ ദാറ്റ് പേഴ്സൺ ടു ലീവ് അലോൺ ഇൻ ദാറ്റ് ഹൗസ്. അങ്ങനെയുള്ളവരെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ നമ്മുടെ ആഹാരം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കൊടുക്കുന്ന ഒരു സ്ഥലം, നമ്മുടെ ആൾക്കാർ അവർക്ക് വേണ്ടി സെർവ് ചെയ്യുന്ന ഒരു സ്ഥലം, നമ്മുടേതായ ആ പാഷൻ, ഇങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഈ വർഷം കൊണ്ട് സാധിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. സംതിങ് ടു തിങ്ക് ഫോർ ദ ഫ്യൂച്ചർ. ഒരു അറ്റ്ലീസ്റ്റ് വിതിൻ ദ നെക്സ്റ്റ് 4-5 ഇയേഴ്സ് നമ്മൾ ചിന്തിച്ചാൽ ഇത് ഈസി ആയിട്ട് സാധിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ അടുത്ത കൺവെൻഷനിലാണ് ഒരു ലോങ് സെമിനാർ, ഒരു 2 hour സെമിനാർ വെക്കുകയാണ്. 2 hour സെമിനാറില് ഞാൻ സ്റ്റേറ്റിൽ നിന്ന് പബ്ലിക്കേറ്റിന്റെ ആൾക്കാരെ, അറ്റോർണിയെ, അതായത് നമുക്ക് വേറൊരു അബദ്ധം പറ്റുന്നത് എന്നാന്ന് ചോദിച്ചാല്, ഞാൻ എന്റെ കണ്ണിന് കണ്ട ഒരു കാഴ്ചയാണ്. $1.5 million വന്ന ഒരു മലയാളി ഫാമിലി നഴ്സിംഗ് ഹോമിൽ കിടന്ന് മരിച്ചപ്പോൾ ബില്ലില്ലായിരുന്നു, ട്രസ്റ്റ് ഇല്ലായിരുന്നു, പൈസ മുഴുവൻ ഗവൺമെന്റ് കൊടുത്തു. സോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് ഈ പൈസ ഉണ്ടാക്കും, ബില്ല് എഴുതത്തില്ല, ട്രസ്റ്റ് ഉണ്ടാക്കത്തില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കുഞ്ഞുങ്ങൾക്ക് പോകത്തില്ല പൈസ. അപ്പൊ അങ്ങനത്തെ കുറെ ബോധവൽക്കരണം വരുത്തത്തക്ക സെമിനാർ എല്ലാം കൂടെ പ്ലാൻ ചെയ്യാനായിട്ട് ഞാൻ പലരെയും ഇങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. റെഡ്ടോണിയെ മീറ്റ് ചെയ്തു, അവർ വരാമെന്ന് സംബന്ധിച്ചു, പബ്ലിക്കേറ്റിൽ ആൾക്കാർ വരാമെന്ന് സംബന്ധിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേ ഞാൻ ഈ പോകുന്ന സ്ഥലങ്ങളിലെ പറ്റി ബോധവൽക്കരണം വരുത്തുകയാണ്. നമുക്കെല്ലാം കൂടി ചിന്തിച്ചാലേ നമുക്ക് എല്ലായിടത്തും ഇതുപോലെ ഓരോ ചെറിയ സെന്റേഴ്സ് എങ്കിലും ഉണ്ടാക്കി നമുക്ക് ഇതേപറ്റി മുമ്പോട്ട് ചിന്തിക്കാൻ പറ്റും. ഇനി രജിസ്ട്രേഷനെ പറ്റി പറഞ്ഞുകൊള്ളട്ടെ. രജിസ്ട്രേഷന്റെ എമൗണ്ടിലൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇത്രയും കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് കൺവെൻഷൻ ഉണ്ടായിരുന്ന സെയിം റേറ്റ് തന്നെയാണ്. $1,000 2 പേര്, പിന്നെ ഒരു ഫാമിലി വിത്ത് 2 or 3 കിഡ്സ് $1,500. USA വീക്ക്ലി ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.